വാട്ടർ അതോറിറ്റി പറഞ്ഞ സമയപരിധി കഴിഞ്ഞിട്ടും എടപ്പാൾ ടൗണിൽ പൈപ്പുകൾ സ്ഥാപിക്കാൻ പൊളിച്ച റോഡുകൾ ടാറിംഗ് നടത്തി പൂർവ്വസ്ഥിതിയിലാക്കിയില്ല. പ്രദേശത്തെ വ്യാപാരികളോടും പൊതുജനങ്ങളോടും ജനപ്രതിനിധികളോടും വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തികൾ വഞ്ചനാപരമെന്ന് വ്യാപാരികൾ. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി വ്യാപാരികൾ തെരുവിലേക്കിറങ്ങുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ പറഞ്ഞു. അധികൃതർ ഉറപ്പ് നൽകിയ തീയതി പിന്നിട്ടിട്ടും എടപ്പാൾ ടൗണിലെ റോഡുകൾ പൂർവ്വസ്ഥിതിയായില്ല. ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ചിട്ട കുറ്റിപ്പുറം റോഡിലെയും എടപ്പാൾ ടൗണിലെയും പണികളാണ് ഇനിയും പൂർത്തീകരിക്കാത്തത്. ഏതാനും ആഴ്ചകളായി, മാസങ്ങളായി എന്നുകൊണ്ട് തന്നെ പറയാം, എടപ്പാൾ ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിരിക്കുന്നത്. നമുക്കറിയാം, 4 റോഡുകളിലും ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി രാത്രികളിൽ ജോലി ചെയ്തുകൊണ്ട് പൈപ്പുകൾ സ്ഥാപിക്കുന്ന ഒരു ജോലിയാണ് പൂർത്തീകരിച്ചു വന്നിരുന്നത്. എന്നാൽ തീർത്തും നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അതിന്റെ കോൺട്രാക്ടറും സമീപിച്ചു വരുന്നത്. നമ്മൾ ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭാഗങ്ങളിൽ ഇവിടെ ജോലി പെട്ടെന്ന് പൂർത്തീകരിച്ചുകൊണ്ട് ഈ ജോലി അവസാനിപ്പിക്കുന്നത്. സമീപത്തെ വ്യാപാരികൾ ദുരിതത്തിലായി. മഴ പെയ്താൽ ചെളിയും മറ്റ് സമയങ്ങളിൽ പൊടിശല്യവും രൂക്ഷമായതോടെ പലരും മാസ്ക് ഉൾപ്പെടെ ധരിച്ചാണ് കടകളിൽ ഇരിക്കുന്നത്. യൂണിയന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഇപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ സൂചിപ്പിച്ചാല് എടപ്പാൾക്ക് ഒരു ആശുപത്രി യാത്ര ചെയ്യാനും കൂടി പറ്റുന്നില്ല. ഇവിടെ വ്യാപാരികൾ രോഗികളായി മാറുകയാണ്. ഇവിടെ കാൽ കഴി വീഴാത്ത ദിവസങ്ങളില്ല. ഇത് നേരത്തെ നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഇതുവരെ ഞങ്ങൾ കാത്തും. ഇത് ഞങ്ങൾ ഭയങ്കര പ്രക്ഷോഭമാക്കി മാറ്റാൻ സംശയമില്ല അവശേഷിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ജല അതോറിറ്റി അധികൃതരുമായി കരാറുകാരുമായും വാക്കുതർക്കം ഉണ്ടാകുകയും ചെയ്തിരുന്നു. വ്യാപാരികളും പൊതുജനങ്ങളും ബസ് തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ, ഓട്ടോ തൊഴിലാളികൾ, ആരോഗ്യ മുന്നോട്ട് വെച്ചത്. പ്രതിഷേധം ശക്തമായതോടെ 20-നകം ജോലികൾ മുഴുവൻ പൂർത്തീകരിച്ച് ടാറിംഗ് നടത്തുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ പറഞ്ഞ അവധി പിന്നിട്ടിട്ടും റോഡുകളുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടില്ല. പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായി രംഗത്തിറങ്ങാനുള്ള തീരുമാനത്തിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടപ്പാൾ യൂണിറ്റ് പ്രസിഡന്റ് ഇ പ്രകാശ് പറഞ്ഞു. അതേസമയം പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ ഈ ഭാഗത്ത് പൂർത്തീകരിച്ചെങ്കിലും അവസാനവട്ട പരിശോധനകൾ കൂടി അവശേഷിക്കുന്നുണ്ടെന്നാണ് ജല അതോറിറ്റി അധികൃതർ പറയുന്നത്. ഈ ഭാഗത്ത് പമ്പിംഗ് നടത്തി എവിടെയെങ്കിലും ജലം പാഴാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ടാറിംഗ് പൂർത്തീകരിച്ചാൽ ഇത്തരം ജോലികൾ പൂർത്തീകരിക്കാൻ സാങ്കേതികമായി തടസ്സമുണ്ടെന്നും അടുത്ത ദിവസം തന്നെ ടാറിംഗ് പൂർത്തീകരിക്കാനാണ് തീരുമാനമെന്നും അധികൃതർ പറഞ്ഞു. NCV ന്യൂസ്, എടപ്പാൾ. പുതുമയണിഞ്ഞ് എടപ്പാൾ കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ, ക്രിസൻ പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.